പണ്ടാരോ പറഞ്ഞില്ലേ, വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ചിദംബരമാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്നിട്ട് ED ഏൽപ്പിച്ചത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, അതാണ് തടയൽ നിയമം. യഥാർത്ഥത്തിൽ ED ആദ്യത്തെ രൂപം, അതിന് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നാണ് പേര്. അത് ഐക്യ കേരളം രൂപം കൊള്ളുന്ന 1956 ഇന്ത്യയിലുണ്ടായത്. 1956 പേര് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നാണ്. ED ആയിട്ടില്ല, EU ആണ്. 1957 അതിന്റെ പേര് മാറ്റി ഇന്നത്തെ നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED. എത്ര വർഷമായി എന്ന് കണക്ക് കൂട്ടി 1957 ED ആയത്. 2005 യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഈ ED അതുവരെ ആർക്കും കാര്യമായിട്ട് അറിയില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കള്ളപ്പണം ഒക്കെ അത്ര ശക്തിയായിട്ട് ഒരു ഘട്ടത്തിൽ കള്ളപ്പണമല്ല, കള്ളക്കടത്തായി. ഇതൊക്കെ രണ്ടും എല്ലാം വ്യത്യാസമാണ്. അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്നത് ചിത്രം നമുക്കറിയാം. എന്നാൽ കള്ളപ്പണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അതിന് പുതിയ ഒരു ആക്ട് രൂപപ്പെടുത്തി. അതിന്റെ പേര് PMLA എന്നാണ്. PMLA, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമമാണ് അതിന്റെ പേര്. മലയാളത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം. അത് 2005 ചിദംബരമാണ് EDക്ക് ഈ PMLA ചുമതല കൂടി നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ നൽകാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ UPA ഗവൺമെന്റിന്റെ കാലത്താണ്, കോൺഗ്രസ്സാണ് ഈ PMLA എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം കൂടി കൈകാര്യം ചെയ്യാൻ ED ചുമതലപ്പെടുത്തിയതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നോ ഉദ്ദേശം, ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമായി രാഷ്ട്രീയ നേതാക്കളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊരു നിയമം ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നയാളാരാണെന്ന് ഞാൻ പറഞ്ഞു, ചിദംബരമാണ്. ആ ചിദംബരത്ത് തന്നെ അറസ്റ്റ് ചെയ്തു. പണ്ടാരോ പറഞ്ഞില്ലേ, വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ചിദംബരമാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്നിട്ട് ED ഏൽപ്പിച്ചത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, അതാണ് തടയൽ നിയമം. അത് 2005 EDക്ക് അതിന്റെ ഭാഗമായിട്ട് ചുമതല കൂടി കൊടുത്തതിന് ശേഷം കുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ചിദംബരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു. ചിദംബരത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ചിദംബരം പിന്നീട് 2024 അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു റിവ്യൂ പോലെ കപിൽ സിബിൽ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജിയും കോൺഗ്രസ് നേതാവും, അത് ജഡ്ജിയല്ല വക്കീലും കോൺഗ്രസിന്റെ നേതാവുമാണ് കപിൽ സിബിൽ. എല്ലാവർക്കും പറയുന്ന ഒരു പേരാണ് കപിൽ സിബിൽ. ഇവർ രണ്ടും ചേർന്നിട്ടുള്ളൊരു അഭിമുഖമുണ്ട്. ഗൂഗിളിലൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും കിട്ടും. ആ അഭിമുഖത്തിൽ ചിദംബരം തുറന്നു പറയുകയാണ്, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം EDയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ ഞങ്ങളെന്ന് തീരുമാനിച്ചപ്പോ യഥാർത്ഥ ഉന്നം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരായിട്ടായിരുന്നു. പക്ഷേ അത് BJPയുടെ കയ്യിൽ കിട്ടിയപ്പോ പിന്നെ ഇവര് പോയി. ഈ UPA ഗവൺമെന്റ് മാറി BJP അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 12 കൊല്ലം
പിന്നെ കൈകാര്യം ചെയ്തത് നിങ്ങളെല്ലാം അറിയുന്നത് പോലെ BJP ഗവൺമെന്റാണ്. ആ BJP ഗവൺമെന്റ് എങ്ങനെയാണ് EDയെ ഉപയോഗിച്ചത് എന്നതിനെ പറ്റിയുള്ള അഭിമുഖ സംഭാഷണത്തിൽ ചിദംബരം തന്നെ നിശിതമായി രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപകടകരമായ ദിശയിലേക്കാണ് ഈ BJP ഗവൺമെന്റ് ഈ നിയമത്തിന്റെ പേരിൽ EDയെ ഉപയോഗിച്ച് ഇപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞത് ചിദംബരമാണ്. ചിദംബരം വേറെ ആരോടെങ്കിലും പറഞ്ഞതല്ല, ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമവിദഗ്ധനായ കപിൽ സിബലിനോട് കൃത്യമായിട്ട് വിശദീകരിച്ചതാണ്. അത് നമ്മുടെ മുമ്പിലുണ്ട്.